അപ്പൊ നമ്മൾ ബ്രേക്കിന് ശേഷം വന്നിട്ടുണ്ട്, വീണ്ടും വന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് അലിവോടെ റെഡി ആയി കേട്ടത് മുറിഞ്ഞ് വരുന്നുണ്ടോ. അപ്പോൾ റെഡി ആയി ഉണ്ട്. അപ്പം നമ്മളൊരു പ്ലേറ്റിലേക്ക് നെയ്യ് ഒഴിച്ച പ്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചു വെച്ച പ്ലേറ്റിലേക്ക് ഇപ്പൊ ആക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ ഇതിന് ഇതുപോലെ കുറുകി വരണോട്ടോ നമ്മുടെ അത്. നമ്മൾക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ അധികം ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് തോന്നി ഇവിടെ ആർക്കും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചേർത്തിട്ടുള്ളൂ. ഇത് എടുക്കുമ്പോ ഇതിങ്ങനെ മുറിഞ്ഞു വരും. ഇല്ല ഇത് കട്ടിയാകാതിരിക്കാണിങ്ങനെ നമ്മളെ കറികളുടെ പോലെ ഇത് സെറ്റായിട്ടില്ല. ഇതുപോലെ ആകുമ്പോൾ സെറ്റായിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ചുറ്റും വിട്ട് വരും കേട്ടോ. പക്ഷെ ഇത് അടുപ്പിൽ വെക്കുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും അടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ തുടങ്ങാൻ. ഉള്ളവര് എല്ലാം ഇടാം. ഇപ്പൊ ഞങ്ങളുടെ ഇല്ലാത്തോണ്ടാണ് ഞങ്ങൾ അതൊന്നും ഇടാതെ ഇപ്പൊ ഒരു കുട്ടി രീതിയിൽ ഉണ്ടാക്കണേ. വീട്ടിലേക്ക് ഒരു വെറുതെ ഓണല്ലേ, അപ്പൊ വീട്ടിലിരിക്കുമ്പോ നമുക്ക് ചായയുടെ കൂടിയോ എന്തെങ്കിലും കൂടി കഴിക്കാം. ഞങ്ങൾ കഴിക്കും. ഞങ്ങൾ ടി വി ഇനി കുറച്ച് ഇന്ന് രാത്രി ഫുള്ള് ഇത് പൊടി കൊണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് 2 കൊല്ലം മുന്നേ ഇതിന്റെ ചക്കലവ ഉണ്ടാക്കിയിട്ടുണ്ട്, മാങ്ങലവ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ അലവ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അലവ അല്ലാത്തത് അല്ലല്ലോ, ഐസ്ക്രീം കഴിഞ്ഞില്ലേ? ചക്കലവ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇനി നമ്മ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പൊ അതിന് ഞങ്ങള് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണതിന് പകരം കുറച്ച് പാലൊഴിച്ചു. ഒരു എമർജൻസി ആയിട്ട് തോന്നിയപ്പോ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് നമുക്ക് കഴിക്കാനല്ല, കൊടുക്കാനും നല്ല ഇത്തിരി. ഇന്ന് ഇത് ഇപ്പൊ ഉണ്ടാക്കി പ്ലേറ്റിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇന്നൊരു രാത്രി ഫുള്ള്. വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. അപ്പോഴാണ് ഇതാ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അധികം ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണക്ക് അടി കഴിഞ്ഞാൽ സൂക്ഷിക്കണം കേട്ടോ. അടി തീ കുറച്ചിട്ടിട്ട് എന്താക്കാം. പിന്നെ ഇതൊരു പാകത്തിലാകുമ്പോ തിക്കെടുത്ത അല്ലേ. പിന്നെ സൂപ്പർ അലുവ ഉണ്ടാക്കുന്നത് വേറെ വീഡിയോ കാണിക്കാട്ടോ. അപ്പൊ ഇത് നമ്മള് വീട്ടിലുള്ള സാധനങ്ങൾ. ഇതിന്റെ കറുത്തലവ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഒരു ഗോതമ്പ് പൊടി ഇല്ലേ നമ്മുടെ റേഷൻ്റെ, അതും നമ്മുടെ അരി ചോറ് വെച്ച കഞ്ഞിവെള്ളം കൂടിയാണ് കേട്ടോ. പിന്നെ അതിൽ നമ്മൾ ബീട്രൂട്ട് ചേർത്തൊരു കളറിന് വേണ്ടിയിട്ട് ടേസ്റ്റ് ഇനി നമുക്ക് ടേസ്റ്റ് അറിയണ ഒരു ദിവസം അതും കൂട്ടി അതും ഇട്ട് വരും അല്ലേ. ടേസ്റ്റ് അറിയണ ഒരു ദിവസമല്ലേ, ടേസ്റ്റ് ഇനി നാളെ കൂടി ഇന്നും കൂടി കഴിഞ്ഞിട്ട് സെറ്റായിട്ടുണ്ട്. ഈന്തപ്പഴേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവർ ഈന്തപ്പഴമൊക്കെ കഴിച്ചോളൂ. അതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അലുവ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇവർ കഴിച്ചോളൂ. ഇവിടെ കൊറേ കഴിക്കില്ല കേട്ടോ. ഇവിടെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, നടന്ന് ഈന്തപ്പഴം കഴിക്കെന്ന് പറയണം. 2 പ്ലേറ്റിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കണേ. അതാ നമ്മളിനി പ്ലേറ്റ് ചൂടാക്കുന്നത് കേട്ടോ. അതൊക്കെ റെഡി ആയി വന്നിരിക്കുന്ന സാധനം. നമ്മൾ ശർക്കര ഇല്ലാട്ട് ചേർത്തിരിക്കുന്നത്, പഞ്ചസാരയാണ്. ശർക്കര ഉണ്ടായില്ല. ഓണത്തിൻ്റെ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഓണത്തിന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു അരിയുടെ കറുത്തലുവ ഉണ്ടാക്കി കാണിക്കാം അല്ലേ. കറുത്തലവിക്ക് ഭയങ്കര എണ്ണ വേണം കേട്ടോ അല്ലേ. എണ്ണയില്ല, നെയ്യും വേണം. കോഴിക്കോട്ട് കറുത്തലവിക്ക് ഭയങ്കര എണ്ണ വേണം. നമ്മുടെ
ഫ്രിഡ്ജിൽ വെച്ച് തണുക്കണം, അല്ലെങ്കിൽ ഇവിടെ പുറത്തന്നെ വെച്ചാൽ മതി, മഴയുള്ള കാരണം തണുത്തു. മഴയുടെ തണുപ്പത്ത് ഐസായി പോകും. നമുക്ക് ഇനി ഇതെല്ലാം പാത്രത്തിലാക്കി കഴിഞ്ഞിട്ട് പ്ലേറ്റില് നമ്മൾ ഒരു പ്ലേറ്റിലാക്കിക്കണം, തട്ടിലൊക്കെ ഓരോ സാധനങ്ങളാക്കി വെച്ചിരിക്കാം. തട്ടില്ലാത്തതിനും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്ക് തട്ട് കുറെ ആവശ്യങ്ങൾക്കായിട്ട് വേറെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അല്ലേ. നല്ല മണമുണ്ട്. മണം പിടിക്കല് കഴിക്കാൻ പറ്റില്ല. കണ്ട റെഡ് കളറ് ഇതിന് ഷേപ്പാക്കലാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഉപകരണങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മള് ചിലര് വല്ല ഇങ്ങനെ ടീസ്പൂൺ വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞപ്പോ എല്ലാം ഇനി വാങ്ങിക്കണം. ഇതാ കണ്ട വെളിച്ചെണ്ണ നിക്കണണ്ട കണ്ടോ. എവിടെ വെളിച്ചെണ്ണ പൊന്നിട്ട് വെള്ളം പൊന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്യാരറ്റ് അലിവഞ്ഞ് മുറിക്കണത് കാണിക്കട്ടോ. ക്യാരറ്റ് അല്ല, ബീട്രൂട്ട് അലിവി ആണ്. ബീട്രൂട്ടും ഈന്തപ്പഴവും അല്ലേ. പിന്നെ ഇതിൽ കഞ്ഞിവെള്ളം, ഗോതമ്പ് പൊടി. നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ബീട്രൂട്ട് പോലെ നേരം കിട്ടുമ്പോൾ ഉണ്ടാക്കി കൊടുത്തേരാ കേട്ടാ. ഇങ്ങനെ ബീട്രൂട്ടും ഇതൊന്നും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത പിള്ളേർക്ക് കൂടുതലും ഉണ്ടാക്കി കൊടുക്കാം എന്ന് വെച്ചാൽ ഞങ്ങളെ പുറത്തെ പോലെ അതിന്റെ ഉദാഹരണങ്ങളാണ് ഞങ്ങൾ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഞാഞ്ഞള് പോലെ. ഞാഞ്ഞളാണ് കേട്ടോ, വണ്ണല്ലാണ്ട്. പക്ഷെ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. കുറച്ച് തിന്നാൻ വെച്ചോളൂ. ഞാനൊന്നും ഇപ്പൊ പാടില്ല. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കാറ് തണുത്തിട്ട് മുറിച്ചിട്ടൊക്കെ കഴിക്കണം. വേണമെങ്കിൽ ചട്ടി തുടച്ചോ. ഇവിടെ കൊളസ്ട്രോള് ഷുഗറൊക്കെ ഉള്ള, അല്ല ഷുഗർ ഇല്ല കേട്ടോ, കൊളസ്ട്രോള് പ്രഷറൊക്കെ ഉള്ളവരാ. അപ്പം നമുക്ക് എണ്ണ അധികം നെയ്യ് ഇങ്ങനെയുള്ള ലൈറ്റൊക്കെ കഴിക്കാൻ വേണ്ടി വല്ലപ്പോഴും ഒരു ദിവസം. ഇത് 2 പ്ലേറ്റിക്ക് തരൂ കേട്ടോ. ഇത് എത്ര കിലോ? ഒരു ബീട്രൂട്ട് എടുത്തുള്ളൂ കേട്ടോ. 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, പിന്നെ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ കഞ്ഞിവെള്ളം ഉണ്ടാവും കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ പശുവിന് വെച്ചു. പശുവിന് നമ്മളൊന്ന് ഉണ്ടാക്കി നല്ല ശുദ്ധമായ പാൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പശുവിന്റെ. നോക്കാനാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ പശുവിന്റെ പാലില്ല, ശുദ്ധമായ പാല് പാലുണ്ടായി. അപ്പൊ അത് കാച്ചി നമ്മ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പാലിലെല്ലാം ചിലപ്പോ വിഷങ്ങള് അതൊന്നും ഉണ്ടാവില്ല, വെറുതെ കടക്കാരുടെ വയറ്റിലടിക്കല്. പക്ഷെ അങ്ങനെ അവരൊക്കെ പാല് ചീത്തയാകാതിരിക്കാൻ അതിലൊരു സാധനം അടിക്കും. പാല് ചോദിച്ചു വരുമ്പോളേ ഒരു പാല് തരില്ല കേട്ടോ. നിങ്ങൾ ശുദ്ധമായ പാല് കഴിച്ചാൽ മതി എന്ന് പറയും. അവരുടെ കച്ചവടത്തിനും ബാധിക്കും, അങ്ങനെ പറയാൻ പാടില്ല. മനസ്സിലായ? അങ്ങനെയല്ല, പാല് നമുക്ക് വീട്ടിലുള്ള കാരണം നമ്മൾ ചേർത്തി. അല്ലാത്തവരെന്ത് ചെയ്യും? പാക്കറ്റ് പാല് കഴിക്കും, പുറത്തുനിന്ന് പാല് മേടിക്കും അല്ലേ. ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓണത്തിന്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഒരു കറുത്തലുവ ഉണ്ടാക്കണം. കറുപ്പ്, ചുവപ്പ്, മഞ്ഞ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. അതെന്താ കാരണം എന്നറിയോ? കടയിൽ നിന്ന് അല്ല, ബേക്കറിയിൽ നിന്ന് ഒരു ദിവസം അലുവ മേടിച്ചു. ഞങ്ങൾക്ക് അലുവ അധികം ഇഷ്ടമില്ല, എന്നാലും മേടിച്ചപ്പോൾ എല്ലാ കളറും മേടിച്ചു കുറച്ച്. ശരിക്കും അത് മരിച്ചു പോയവർക്ക് കൊല്ലം തേണീന് കുമ്പിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അല്ലേ, പടയ്ക്കാൻ വേണ്ടി. അപ്പം അത് മുഴുവൻ അവർ കറച്ചൊക്കെ കഴിക്കാനേ പറ്റണില്ല. അത് കാശ് വെറുതെ പോയി, നല്ല വില. അതാണ് നമ്മൾക്കുള്ളത് ഇനി നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചത്.
കൈ എന്താന്ന് നിങ്ങൾ ഇടുന്നത് നിൽക്കും. എൻ്റെ കയ്യിലൊക്കെ നെയ്യാണ് കേട്ടോ. നെയ്യ് കുപ്പി തുടച്ചത് ഞാൻ. ഇത് നമ്മൾ പിള്ളേർക്കൊക്കെ വീട്ടിലേ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ എല്ലാ അലുവ കേക്ക് ഇതൊക്കെ വീട്ടിലുണ്ടാക്കി. അപ്പോൾ ഞാൻ കുറച്ച് നാൾ നിർത്തിയതായിരുന്നു കേട്ടോ. പിന്നെ അതിപ്പോൾ ഫോണ് തരാറാണ്. ഇപ്പോൾ പുതിയ ഫോൺ മേടിച്ചപ്പോൾ വീണ്ടും ഇത്രയാണ്. ഇനി കഷ്ണങ്ങളൊക്കെ ആറിയിട്ട് മുറിക്കുമ്പോൾ കാണിക്കണതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക്, ഷെയർ, സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ പഴയ വീഡിയോകൾ ഇട്ടതൊക്കെ ഒന്നും കാണാനും ഇല്ല, ഒന്നുമില്ല. എന്തായി പിന്നെ വല്ലാണ്ട് ഈ ഫോണിലുള്ള പരിപാടി നമുക്കറിയില്ല കേട്ടോ. കുറച്ച് നാൾ നമ്മുടെ ഫോണെല്ലാം കേടായി എല്ലാം പോയി. കുട്ടികൾക്കൊക്കെ അറിയാം കേട്ടോ. കുട്ടികൾക്ക് നന്നായി അറിയാം. കുട്ടികളെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല, എൻ്റെ ചേച്ചിക്ക് അറിയാം. അവരെല്ലാ ഐറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിലിം അതൊന്നും ഇതൊന്നും ഇട്ടിട്ടില്ല എന്നുള്ളു. ഇനി അതും നമ്മ കൊണ്ടുവരുന്നതായിരിക്കും. അത് കൊണ്ടുവരും, ചെലവുണ്ട് കൊണ്ടുവരാൻ. ഇതിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ, ഇത്രയൊക്കെ മതി അല്ലേ? അപ്പൊ ഇതൊക്കെ ഉണ്ടോ എണ്ണ നല്ല തെളിഞ്ഞുണ്ട്. ഞാൻ വിചാരിച്ച് വെളിച്ചെണ്ണ ഇല്ലാന്ന്, പക്ഷെ ഞാൻ 250 വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ തെളിഞ്ഞുണ്ട് കേട്ടോ. പിന്നെ നെയ്യും ചേർത്തിട്ടുണ്ട്. നെയ്യ് ഞാൻ ഇവിടെ തന്നെ തൈര് കടഞ്ഞിട്ട് എടുത്ത നെയ്യാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ടൊരു വൈകിട്ട് മുറിക്കുമ്പോൾ, ഇനി മുറിക്കണ കഷ്ണങ്ങളാക്കുമ്പോൾ നമുക്ക് ഇടാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓണത്തിൻ്റെ ആശംസകളും ഹാപ്പി ഓണം. ബൈ.